അനുരാഗം. രചന ആലിയ സുൽത്താന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. മാധവ, നമുക്ക് ഈ ബന്ധങ്ങട് വേണ്ടാന്ന് വെച്ചാലോ മോനെ? തിണ്ണയിലിരിക്കുന്ന അമ്മാമ്മ വാതിൽപ്പഴയിൽ ചാരി നിൽക്കുന്ന മാധവനെ നോക്കി ചോദിച്ചു. അമ്മാമ്മ ഇതെന്തായി പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? മാധവൻ അമ്മാമ്മ പറയാൻ തീരെ പിടിച്ചിട്ടില്ലെന്ന മട്ടിൽ പറഞ്ഞു. കുട്ടിയെ, നിനക്ക് നല്ലൊരു ഭാവിയല്ലേ വേണ്ടത്. ആ കൊച്ചിനെ കിട്ടിയാൽ നിനക്കത് കിട്ടുമോ? മാധവ, നീ ഒന്നുകൂടി ആലോചിക്കും മോനെ. അമ്മാമ്മ പറയുന്നതിലും തെറ്റൊന്നുമില്ല. മാധവന്റെ അമ്മ അമ്മമ്മയുടെ പക്ഷം ചേർന്നുകൊണ്ട് മാധവനോട് പറഞ്ഞു നോക്കി. അവള് രണ്ടാം കെട്ടാണെന്നുള്ളതാണോ നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് എന്തിനെ വന്നാലും മാലതിയെ മതി. മാധവൻ കാവ്യം കൊണ്ട് മടക്കി കുത്തി അവസാനം എന്നോണം പറഞ്ഞുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിലേക്കായിരിക്കൊണ്ട് അതുമെടുത്ത് ഗേറ്റ് കടന്നുപോയി. എൻ്റെ കുഞ്ഞിനെ നല്ല ബുദ്ധി തോന്നിക്കണേ കൃഷ്ണ. യശോദ ഉമ്മർത്തുനിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. അമ്മാമ്മ മുറുക്കി ചവച്ച നീര് കോളാമ്പിയിലേക്ക് തുപ്പിക്കളഞ്ഞു. ഈ കുട്ടി എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ലാലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അമ്മാമ്മ ആരോടുന്നില്ല പറഞ്ഞ് കൈമലർത്തി. മാലതി തൻ്റെ അവസ്ഥയിൽ ആരെ പഴിക്കുമെന്ന് നിശ്ചയമില്ലാതിരിക്കുകയാണ്. എടുത്തു പിടിച്ചൊരു കല്യാണം ഒരുപാട് സ്ത്രീധനവും കൊടുത്തുകൊണ്ട് ഏതോ ഒരാൾക്കും അയാളുടെ വീട്ടുകാർക്കും തന്നെ കെട്ടിച്ചയക്കുന്നു. എന്നിട്ട് അവൾക്ക് വേണ്ടെന്ന് തോന്നുമ്പോൾ ഇറക്കി വിട്ടേക്കുന്നു. മാലതി കരച്ചിലടക്കിയിരുന്നു. നാട്ടിലും വീട്ടിലും സ്കൂളിലും വരെ താനാണ് ചർച്ചാ വിഷയം. മതിയായി, കല്യാണമേ വേണ്ടായിരുന്നു. ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ ഒക്കുന്നില്ല. ചിന്തകളുടെ വേലിക്കെട്ടിൽ നിന്ന് മാലതി പതിയെ പുറത്തേക്ക് ഇറങ്ങി. എന്താ അമ്മേ? അവളുടെ ശബ്ദമല്ലാതെ താഴ്ന്നു പോയിരിക്കുന്നു. മോൾക്ക് ഞങ്ങളോടൊക്കെ ദേഷ്യമാണോ? സരസ്വതി അവളുടെ മുടിയിലൂടെ തടവിക്കൊണ്ട് ചോദിച്ചു. എന്താണ് തോന്നുന്നതെന്ന് പോലും അറിയുന്നില്ല അമ്മ. ആകെ ഒരു മരവിപ്പ. അതാ ജയിലിനുള്ളിൽ നിന്ന് പോകുന്നതിനുള്ള സങ്കടമൊന്നല്ല, ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയില്ലെന്ന് ഓർക്കുമ്പോഴാ. മാലതി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. സങ്കടപ്പെടലേ കുട്ടി, വിധി അങ്ങനെയായിരിക്കും. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക? അയാൾക്ക് ഞാൻ ഇത്തിരി നിറം കുറവാണ് പോലും. പെണ്ണ് കാണാൻ വന്നപ്പോൾ അയാളുടെ കണ്ണ് അടിച്ചു പോയതാണെന്നാ തോന്നുന്നത്. തമാശയോടെയാണ് മാലതി പറഞ്ഞെങ്കിലും ഉള്ളിലൊരു വിങ്ങൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഏതൊരാളെയും പോലെ മാലതിയും തന്റെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറച്ച് മനുഷ്യന്മാരും ഇഷ്ടമുള്ളതൊക്കെ നടത്തി തരാൻ ഒരു കൂട്ടും. അങ്ങനെ ഒരുപാട് കിനാക്കൾ. അതെല്ലാം ഒറ്റയടിക്ക് തകരുമ്പോൾ ആരായാലും ഒന്ന് കാലിടറി വീഴില്ലേ? മോളെ പറമ്മ. മോളെ ഇതൊന്നും കൊണ്ട് തകരില്ലെന്ന് അമ്മക്ക് വാക്ക് താ മോളെ. അമ്മേ, എനിക്കിത്തിരി സങ്കടമുണ്ടെന്നുള്ളത് നേരാ. അതും വിചാരിച്ച് ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കത്തൊന്നുമില്ല അമ്മേ. പിന്നെയും മുറുമുറുപ്പെന്ന് അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത്. മാലതി അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. മോൾക്ക് കഴിക്കണ്ടേ? അവിടെ അച്ഛയും കുഞ്ഞോളും കാത്തിരിക്കുവാ. ഞാനൊന്ന് മുഖം കഴുകി വന്നേക്കാം അമ്മേ. അമ്മ പോയിക്കോളൂ. സരസ്വതി അവളെ നോക്കിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി. മാലതി ബാൽക്കണിയിൽ നിന്ന് മുറിയിലേക്ക് കടന്നു. ഉള്ളിൽ ഇപ്പോഴും ആദ്യമായി ഇഷ്ടപ്പെട്ടു പോയ പുരുഷന്റെ മുഖം നിറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ മായ്ച്ചു കളഞ്ഞു. വേണ്ട, അയാൾ എനിക്ക് യോജിച്ചതല്ലായിരുന്നു. ഇനിയൊന്നും വേണ്ട. മനസ്സിൽ ഉറപ്പിക്കും പോലെ പറഞ്ഞുകൊണ്ട് മുഖം കഴുകി താഴേക്ക് ചെന്നു. അമ്മിണിയെ, അച്ഛൻ വിളിച്ചതും മാലതി തലയുയർത്തി അയാളെ നോക്കി. അമ്മിണിയെ, അച്ഛയുടെ കുഞ്ഞ് പിണക്കാണോ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ഒന്നും വേണ്ടായിരുന്നെന്ന് അയാൾക്ക് തോന്നിപ്പോയി. എന്താ അച്ഛ ഇത്? ദേ, അച്ഛയുടെ അമ്മിണി സ്ട്രോങ്ങാ, എനിക്ക് ഒന്നുമില്ലാന്നേ. മാലതി അച്ഛന്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. കേശൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. മോള് കഴിക്ക്, മോൾക്ക് ഇഷ്ടമുള്ള ചെമ്മീൻ വറുത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. അച്ഛൻ സന്തോഷത്തോടെ പറയുന്നു കേട്ട് മാലതിക്ക് എന്ത് പറയണമെന്നറിയാതെയായി. ഇത്രയും സ്നേഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന വീട്ടുകാരുള്ളതല്ലേ ഓരോരുത്തരുടെയും ഭാഗ്യം. ഉച്ചയ്ക്ക് പണി കഴിഞ്ഞ് മാധവൻ സ്കൂളിന്റെ മുമ്പിലുള്ള ബസ് സ്റ്റോപ്പിൽ തങ്ങി നിന്നു. ബെല്ലടിച്ചതും കുട്ടികളൊക്കെ ഇറങ്ങി ഓടി. കിങ്ങിണി വന്ന് കയ്യിൽ തൂങ്ങിയതും പിന്നെ അവിടെ ബാഗും മടിയിൽ വെച്ചായി കാത്തിരിപ്പ്. കിങ്ങിണി എന്നും ഈ ഇരിപ്പ് പതിവുള്ള പോലെ ചടഞ്ഞിരുന്നു. പിന്നെ ചീറ്റപ്പൻ ഐസ്ക്രീം മേടിച്ചിരുന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളിക്കാരിയുടെ ഇരിപ്പ്. അവസാന പെട്ടിയായ പ്രിൻസിപ്പളും പോയി കഴിഞ്ഞിട്ടും മാലതി ടീച്ചറെ കാണാത്തതുകൊണ്ട് നിരാശയോടെ അവിടെ തന്നെ ഇരുന്നു. വന്നു കാണില്ല, ആളുകളെ പേടിച്ചിട്ടാവണം. മാധവൻ സ്വയം പറഞ്ഞ് സമാധാനിച്ചു. വർഷങ്ങളായി മാധവന്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ മാലതിയോടുള്ള പ്രണയം. ഏട്ടന്റെ മകനെ സ്കൂളിലേക്ക് കൊണ്ടുവന്നാക്കാനും തിരിച്ചു കൊണ്ടുപോകാനും മാധവനാണ് വരാനുള്ളത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ തുടങ്ങിയ പ്രേമമാണ് മാധവന്. ജാതിയുടെ വേലിക്കെട്ടുള്ളത് കൊണ്ട് മാധവന് ഇന്നുവരെ തന്റെ പ്രണയം തുറന്നു പറയാനായിട്ടില്ല. കിങ്ങിണി, നിന്റെ മാലതി ടീച്ചറൊന്നും വന്നില്ലായോ? ഓ, ലീവാണെന്നാ തോന്നേ. അപ്പൊ വീട്ടിലേക്ക് പോവാല്ലേ? ടീച്ചറെ കാണാത്തോണ്ട് ഇന്നിനി ഐസ്ക്രീം ഉണ്ടാവില്ല ചിറ്റേ. പിന്നെ എന്റെ മോൾക്ക് ചിറ്റ എന്തായാലും ഐസ്ക്രീം മേടിച്ചു തരും. എങ്കിതാ ആ കടയിൽ നിന്ന് മേടിക്കാം. മുന്നിലുള്ള കട ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിങ്ങിണി പറഞ്ഞു. മാധവൻ ചിരിയോടെ അവളെ പൊക്കിയെടുത്തുകൊണ്ട് ആ കടയിലേക്ക് നടന്നു. ചിറ്റേ, തോളിൽ നിന്നുകൊണ്ട് കിങ്ങിണി വിളിച്ചു. ആ പറയ് ചക്കരെ. ചിറ്റ എന്തിനാ ഇന്നും ടീച്ചറെ കാണുന്നേ? അതൊക്കെ ഉണ്ടടി, അതൊന്നും മോളി പറയണ്ട കേട്ടോ. മാധവൻ കിങ്ങിണിയുടെ കവിൾ പിടിച്ച് വലിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. കിങ്ങിണി ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി. ചേട്ടാ, 2 കോൺ ഐസ്ക്രീം. മാധവൻ കടക്കാരനോട് പറഞ്ഞു. അയാൾ 2 കോൺ ഐസ്ക്രീം എടുത്ത് കിങ്ങിണിയുടെ കയ്യിൽ വെച്ചു കൊടുത്തു.
ഓ, ഐസ്ക്രീം കണ്ടപ്പോഴേക്കും തെളിച്ച കണ്ടില്ലേ പെണ്ണിന്റെ മുഖത്ത്. മാധവൻ അവളെ ഇക്ലിയാക്കിക്കൊണ്ട് പറഞ്ഞു. കിങ്ങിണി പൊട്ടിച്ചിരിച്ചു. മാധവൻ അവളെ ബൈക്കിന്റെ മുന്നിലേക്ക് ഇരുത്തി. എന്നിട്ട് അവനും വണ്ടിയിൽ കയറി. രണ്ടുപേരും പാട്ടൊക്കെ പാടിയാണ് വീട്ടിലെത്തിയത്. പുറത്ത് തന്നെ മാധവന്റെ അടുത്ത് ജനനി ഉണ്ടായിരുന്നു. ഇന്നത്തെ വിഷയം എന്തായിരുന്നു രണ്ടുപേരുടെയും? കിങ്ങിണിയെ വണ്ടിയിൽ നിന്ന് ഇറക്കി കൊണ്ടുവരുന്ന മാധവനോട് ജനനി ചോദിച്ചു. ഓ, അത് മാലതി ടീച്ചർ തന്നെയാ അമ്മേ. കിങ്ങിണി മാധവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് കുണുങ്ങി കുണുങ്ങി അകത്തേക്ക് നടന്നു. നീ അത് വിട്ടില്ലേ മാധവ? ഇഷ്ടപ്പെട്ടു പോയില്ലേ എടുത്തി? നിന്നോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജനനി അവന്റെ തലക്കൊരു കൊട്ടും കൊടുത്തുകൊണ്ട് അതും പറഞ്ഞ് അകത്തേക്ക് നടന്നു. മാധവൻ ജനനിക്ക് പുറകെ കൈയുള്ള പൊതിയുമായി ചെന്നു. 2 ദിവസം കഴിഞ്ഞ് മാലതി വീണ്ടും സ്കൂളിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുളി കഴിഞ്ഞൊരു മഞ്ഞ സാരി ഞൊറിഞ്ഞെടുത്തു. പതിവിലും കൂടുതൽ ഒരുക്കങ്ങൾ ചെയ്തു. ഒരു സഹതാപം പോലും തന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നരുതെന്ന് അവൾ ആഗ്രഹിച്ചു. താഴേക്ക് വരുമ്പോൾ അച്ഛനും അമ്മയും ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്ന കണ്ട് ചിരി വന്നവൾക്ക്. ഒരു പൊട്ട് മാത്രം കുത്തിക്കൊണ്ട് നടന്നിരുന്നവൾ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി വന്നാൽ ആരായാലും നോക്കിപ്പോവില്ലേ? അമ്മിണിയെ, നീ തന്നെ ആണോടി ഇത്? അച്ഛൻ വായും പൊളിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛയുടെ അമ്മിണി ഇത്തിരി ചേഞ്ച് വരുത്തിയ അച്ഛാ. എന്റെ കൊച്ചിനെ കണ്ണ് തട്ടല്ലേ കൃഷ്ണ. സരസ്വതി അവൾ വന്ന് പൊതിഞ്ഞുകൊണ്ട് പറഞ്ഞു. കുഞ്ഞോളെ, നീ പോയി ഒരുങ്ങി വന്നേ. നിന്നെ കോളേജിലേക്ക് ആക്കിയിട്ട് വേണം എനിക്ക് സ്കൂളിലേക്ക് പോവാൻ. ശരി ചേച്ചി, ഞാനിപ്പോ വരാം. മഞ്ഞ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. മാലതി കഴിക്കാനിരുന്നു. നല്ല പുട്ടും കടലക്കറിയും അവൾ ആസ്വദിച്ച് തന്നെ കഴിച്ചു. മഞ്ഞ വന്നപ്പോൾ ഒരുമിച്ച് അമ്മയോടും അച്ഛയോടും യാത്ര പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങി. സ്കൂട്ടറിലാണ് രണ്ടുപേരും പുറപ്പെട്ടത്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും മറ്റൊരു ചേച്ചിയും കൂടെ ഇങ്ങോട്ടേക്ക് എത്തി വലിഞ്ഞ് നോക്കുന്നുണ്ട്. എന്നെ കാണാൻ വേണ്ടിയാ. ഞാൻ വിളിച്ചുകൊണ്ട് കൈവീശി കാണിച്ചു. ചേച്ചിയെ, സുഖല്ലേ? ഞാൻ ഇവിടുന്ന് വിളിച്ചു കൂവി ചോദിച്ചും അവരുടെ മുഖം ചമ്മിയ പോലെയായി. ഓ, സുഖം. അവർ തിരിച്ചും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറിപ്പോകുന്ന കണ്ടു. അമ്മയും അച്ഛയും പൂമുഖത്തിരുന്ന് അതെല്ലാം കണ്ട് ചിരിക്കുന്നത് വണ്ടിയുടെ കണ്ണാടിയിലൂടെ കാണാമായിരുന്നു. മനിയെ കോളേജിലാക്കി സ്കൂളിലേക്ക് അടക്കുമ്പോൾ തന്നെ അവളെയും കാത്തി ഗേറ്റിനരികിൽ മാധവനും കിങ്ങിണിയും ഉണ്ടായിരുന്നു. മാധവനെ കണ്ടതും മാലതി അവനെ നോക്കി ചിരിച്ചു. മാധവനും ചിരിച്ചു കൊടുത്തു. കിങ്ങിണിയാണെങ്കിൽ സീറ്റ് ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാണ് ചിരിച്ചു കൊടുത്തത്. സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് വണ്ടി നിർത്തി മാലതി ഇറങ്ങിയപ്പോഴേക്കും മാധവനും കിങ്ങിണി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. കിങ്ങിണി കുട്ടിയെ? മാലതി കിങ്ങിണിയുടെ കവിൾ ചെറുതായി ഒന്ന് വലിച്ചുകൊണ്ട് ചോദിച്ചും കിങ്ങിണിയുടെ മുഖം വീർത്തു. 2 ദിവസം ലീവായിരുന്നല്ലേ? അതേ മാധവ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞിരുന്നു. നമ്മുടെ പഴയ കോളേജ് ഗ്രൂപ്പിലെല്ലാം ചർച്ചയുണ്ടായിരുന്നു. എല്ലാം ദൈവത്തിന്റെ ഓരോ കളികളല്ലേ, എനിക്കത് വിധിച്ചിട്ടുണ്ടാവില്ല. ആ, അത് അത്രയേ ഉള്ളൂ വേണ്ടേ. അല്ല, നിന്റെ ഗൾഫിൽ പോക്കെല്ലാം എന്തായി? ചിറ്റക്ക് അതിന് ഇഷ്ടമല്ല. കിങ്ങിണിയാണ് മറുപടി കൊടുത്ത്. ആ, ചിറ്റയെ നമുക്ക് അടി കൊടുത്ത് വിടാമേ. മാലതി ഒന്ന് കുനിഞ്ഞുകൊണ്ട് കിങ്ങിണിയെ നോക്കി പറഞ്ഞു. കിങ്ങിണിക്കും സന്തോഷമായി. ഇപ്പൊ അവള് കാലുമാറിയതുണ്ടോ? മാധവൻ ചിരിയോടെ കിങ്ങിണിയെ നോക്കി മനസ്സിൽ പറഞ്ഞു. എന്താ മാധവ, ഇവിടെ ഈ കല്ലുംകോറിയിൽ ഇങ്ങനെ നടന്നാൽ മതിയോ? ഏട്ടൻ കുറേ ആയില്ലേ നിന്നെ വിളിക്കുന്നു. ഒന്ന് പോയി നോക്കൂടെ? ഏയ്, അതൊന്നും ശരിയാവില്ല വേണ്ടേ. ഞാൻ ഇവിടെ തന്നെ വേറെ വല്ല നോക്കിയാലോ ഒന്ന് ആലോചിക്കുക. ശരിയെന്നാ, ബെല്ലടിക്കാറായി. ഓ, ഞാൻ ഉറങ്ങട്ടെ, സമയമായി. കിങ്ങിണിയെ മാലതി ഏൽപ്പിച്ച് മാധവൻ വേഗത്തിൽ തിരിഞ്ഞു നടന്നു. ബൈക്കിൽ കയറുന്നതിന് മുന്നേ വരാന്തയിലൂടെ കിങ്ങിണിയുടെ കൈയും പിടിച്ച് നടന്നു പോകുന്ന പെണ്ണിലേക്ക് നോട്ടം പാളി വീണു. പിന്നെ സ്വയം തലക്കൊരു കൊട്ടും കൊടുത്ത് ചിരിയോടെ വണ്ടിയെടുത്തു. ദിവസങ്ങളിങ്ങനെ കൊഴിഞ്ഞു തുടങ്ങി. ദിവസമുള്ള ഈ ദർശനം മാത്രമേ നടക്കുന്നുള്ളൂ. വയസ്സ് 30 കഴിയാറായി. ഇനിയും മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പെണ്ണ് വീണ്ടും കൈവിട്ടു പോകുമെന്ന് മാധവന് തോന്നി. കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. അപ്പുറത്ത് നിന്ന് കിങ്ങിണി ഒരു പട്ടുപാവടയൊക്കെ എടുത്ത് മാധവന്റെ മുറിയുടെ വാതിൽപ്പടിയിൽ വന്ന് ചാരി നിന്നു. തലയൊന്ന് ചീകി തിരിഞ്ഞ മാധവൻ കാണുന്നത് കൈയൊക്കെ കെട്ടിയൊരു കാല് മുന്നോട്ട് വെച്ച് വലിയ ആളെപ്പോലെ നിൽക്കുന്ന കിങ്ങിണിയെയാണ്. എന്തേ വന്ന്? മാധവൻ അല്പം ഗൗരവം നടിച്ചുകൊണ്ട് ചോദിച്ചു. ചിറ്റ അമ്പലത്തിൽ പോകുന്നു എന്ന് പറഞ്ഞു. അതിന്? ഞാനും വരുന്നു. ഓഹോ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുന്നുണ്ടോ നോക്കിയിരിക്കാനോടി നീ? ചീർപ്പ് അവിടേക്ക് വെച്ചുകൊണ്ട് മാധവൻ അവിടെ നേരെ വന്നുകൊണ്ട് ചോദിച്ചു. അതേലോ, ചിറ്റ മാലതി ടീച്ചറെ കാണാൻ പോവല്ലേ? എനിക്ക് ടീച്ചറുടെ പേരിൽ ഒരു വഴിപാടുണ്ട്. ചെറിയ വായിൽ വലിയ വർത്താനം കേട്ട് മാധവൻ വായും പൊളിച്ച് നിന്നുപോയി. അതേലോ? ആട്ടെ, എന്തിന്റെ പേരിലാ ടീച്ചറുടെ പേരിൽ വഴിപാട്? മാധവൻ മുട്ടൂത്തിരും താടി കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഹോംവർക്ക് തരാതിരിക്കാൻ വേണ്ടിയാ. കിങ്ങിണി വായിൽ വിരളിച്ചുകൊണ്ട് നാണത്തോടെ പറഞ്ഞു. അമ്പടി കേമി, നീയാള് കൊള്ളാലോ. ടീച്ചർ അത്രക്ക് ഭീകരിയാണോ? നീ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ വഴക്ക് പറയും. ഞാനിത് ടീച്ചറോട് പറഞ്ഞാലോ? അയ്യോ ചീറ്റ, ചതിക്കല്ലേ. എങ്കി വാ, ഇറങ്ങാം. മാധവനൊന്ന് മൂരി നിവർന്ന് കൈനീട്ടി വിളിച്ചതും കിങ്ങിണി ആ കയ്യിൽ തൂങ്ങി മാധവനോടൊപ്പം പുറത്തേക്ക് നടന്നു. അമ്മേ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം. മാധവൻ അടുക്കളയിലേക്ക് വിളിച്ചറിഞ്ഞുകൊണ്ട് കിങ്ങിണിയും കൂട്ടി അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. തൊഴുതു കഴിഞ്ഞ് ആലിൻ സൂട്ടിലിരിക്കുകയാണ് മാധവനും കിങ്ങിണിയും. ശനിയാഴ്ച ആയതുകൊണ്ട് മാലതിയുടെ വരുമെന്ന് ഉറപ്പാണ്. ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയണം, അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ദൂരെ നിന്ന് സെറ്റ് സാരി എടുത്തു വരുന്ന മാലതിയിൽ മാധവന്റെ കണ്ണുകൾ ഉടക്കി. ഒരുക്കങ്ങളൊന്നും ഇല്ലാതെ തന്നെ വല്ലാത്തൊരു ഭംഗിയാണ് പെണ്ണിനെ കാണാൻ.
മുടി അഴിച്ചിട്ടിട്ടുണ്ട്. കാതിൽ ആടിക്കളിക്കുന്ന ഒരു ജിമിക്കിയുണ്ട്. മാലതി അവർക്കടുത്തെത്തിയതും നല്ല ചന്ദനത്തിന്റെ ഗന്ധം മാധവനെ ആകമാനം പൊതിഞ്ഞു. മാധവ, നേരത്തെ വന്ന രണ്ടാളും? അതേലോ, ഇവിടെ ഒരാൾക്ക് ടീച്ചറുടെ പേരിൽ വഴിപാടുണ്ടായിരുന്നു കേട്ടോ, അതാ നേരത്തെ ഇറങ്ങിയത്. മാധവൻ കിങ്ങിണി ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും കിങ്ങിണി കണ്ണൂർപ്പിച്ച് മാധവനെ നോക്കി. ആഹാ, കിങ്ങിണിക്കുട്ടി എന്ത് വഴിപാടാണ് നേർന്നേ? നിനക്ക് ഹോംവർക്ക് തരാതിരിക്കാൻ തോന്നാനാണ് അത്രേ. മാധവൻ ചിരിയടക്കി പറഞ്ഞതും കിങ്ങിണി ദേഷ്യം കൊണ്ട് വീർത്ത മുഖത്തോടെ കയ്യും കെട്ടി മുഖം തിരിച്ച് കളഞ്ഞു. മാലതി അവൾക്കടുത്തേക്ക് നീങ്ങിയിരുന്നുകൊണ്ട് ആ കവിളൊന്ന് കുത്തിവിട്ടു. കുറുമ്പി കാളി. മാലതി വിളിച്ചവൻ പെണ്ണി ചിരി കടിച്ചു പിടിച്ച് നിന്നു. കള്ളി. മാലതി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു. മാധവ, നിങ്ങളിരിക്കെ, ഞാനും തൊഴുതിട്ട് വരാം. ശരിയടി, ഞങ്ങളവിടെ കാണാം. മാലതി അമ്പലത്തിനുള്ളിലേക്ക് കയറിപ്പോന്ന് മാധവൻ നോക്കി നിന്നു. എങ്ങനെ അവളോട് തന്റെ പ്രണയം പറയുമെന്ന് അവനൊരു നിശ്ചയവും ഇല്ലായിരുന്നു. അമ്പലക്കുളത്തിന്റെ പടവിലാണ് മാധവനും മാലതിയും കിങ്ങിണിയും. കയ്യിലുള്ള ഐസ്ക്രീം നുണഞ്ഞുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കിങ്ങിണി. മാലതി, മാധവൻ അവൾ വിളിച്ചു. പറ മാധവ. അത് ഞാൻ വളച്ചിട്ടില്ല, ആ കാര്യം പറയാം മാലതി. മാലതി അവൻ പറയുന്നൊന്നും മനസ്സിലാവാതെ അവനെ നെറ്റി വിളിച്ചുകൊണ്ട് നോക്കി. മാലതി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എത്ര കാലമായി എന്ന് വെച്ചാൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ. നമ്മളൊരേ ജാതിക്കാരൊന്നും അല്ലല്ലോ, പോരാത്തിന് എനിക്ക് നല്ലൊരു ജോലിയുമില്ല. അതാ ഇത്രയും കാലം തുറന്നു പറയാതിരുന്നത്. ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് മാധവൻ അവൾ നോക്കാതെ തിരിഞ്ഞിരുന്നു. അവൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. കൈകൾ വിറക്കുന്നുണ്ട്. ചെന്നിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒഴുകി. മാലതി എന്തു പറയണമെന്നറിയാതെ ഇരിപ്പാണ്. മാധവനിൽ നിന്ന് ഇങ്ങനെയൊന്നും അവൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. മാലു. ഒന്നും മിണ്ടാതിരിക്കുന്ന മാലതിയെ നോക്കി മാധവൻ പരിഭ്രാന്തിയോടെ വിളിച്ചു. നീയൊന്നും പറഞ്ഞില്ല. മാധവ, ഇത് നടക്കില്ല. അതുമാത്രം പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ നിന്നവരുടെ കയ്യിൽ മാധവ് പിടുത്തമിട്ടു. അങ്ങനെ എടുത്തടിച്ച പോലെ പറഞ്ഞിട്ട് പോലെടി, ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും പറഞ്ഞൂടെ? മാധവ, നീ നിന്റെ ഭാവി എന്നെ വെച്ച് കളയാതിരിക്കുക. മാലു, ഞാൻ ചോദിച്ചത് എന്നെ ഇഷ്ടമാണെന്നാണ്, മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. എന്താ മാധവ, നിനക്ക് എന്നോട് സഹതാപമാണോ? അങ്ങനെ സാധിപ്പിക്കാൻ മാത്രം എന്തിരിക്കുന്നു മാലതി? നീ ഒന്ന് കിട്ടിയതോ? അത് ഞാനങ്ങ് സഹിച്ചു. പിന്നെ ഇനിയും കൈവിട്ട് പോകുമെന്ന് ഭയന്നാ ഞാൻ തുറന്നു പറഞ്ഞ്, അല്ലാതെ സഹതാപം കൊണ്ടൊന്നല്ല. മാധവന്റെ ഇഷ്ടത്തെ ആരും അങ്ങനെ കാണുകയും വേണ്ട. ഇത്രയും പറയാനുള്ള ധൈര്യമൊക്കെ എവിടെ നിന്നാവോ തനിക്ക് വന്നതെന്ന് മാധവന് തന്നെ അതിശയമായി. മാധവ, എനിക്കിതിനെ കഴിയില്ല, പ്ലീസ് എന്നെ ഇതിലേക്ക് വലിച്ചെടുക്കല്ലേ. കൈകൂപ്പിക്കൊണ്ട് കണ്ണു നിറച്ച് അത്രയും പറഞ്ഞുകൊണ്ട് മാലതി അവനെയും കടന്ന് പടവ് കയറിപ്പോയി. മാധവൻ നിരാശയോടെ പടവിലേക്ക് തന്നെ ഇരുന്നു. ഇവിടെ പാരാ പടക്കം പൊട്ടിച്ചെന്നുള്ള ഭാവമാണ് കിങ്ങിണിക്ക്. ഐസ് നുണഞ്ഞ് ഏകദേശം കഴിയാറായിട്ടുണ്ട്. കിങ്ങിണി. എന്താ ചിറ്റേ? നിന്റെ മാലതി ടീച്ചർ ഇത്തിരി ദേഷ്യക്കാരിയാണല്ലോടി. ഓ, അതിനല്ലേ ചിറ്റേ ഞാനും പറഞ്ഞേ. മാധവനെ നോക്കി പുച്ഛഭാവത്തോടെ കിങ്ങിണി പറഞ്ഞുകൊണ്ട് കൈയുള്ള ഐസ്ക്രീമിന്റെ ബോൾ അടച്ചു വെച്ചു. മാധവൻ ദയനീയമായി കുളത്തിലേക്ക് നോക്കി എന്തോ പോയ അണ്ണാനെ പോലെ ഇരുന്നു. പിന്നീടുള്ള ഓരോ ദിവസവും മാലതിയെ കാണാൻ മാധവൻ സ്കൂളിൽ ചെന്നെങ്കിലും മാലതി അവനെ മൈൻഡ് ചെയ്തതേയില്ല. അവളുടെ സ്കൂട്ടിക്ക് പുറകെ ബൈക്കുമായി വീട് വരെ ചെല്ലുന്നതും പതിവായി. അതോടെ കിങ്ങിണി വീണ്ടും പെട്ടു എന്ന് തന്നെ പറയാം. ഒരു ഐസ്ക്രീം കിട്ടണമെങ്കിൽ എത്ര ദൂരം സഞ്ചരിക്കണം? കിങ്ങിണി. വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ കിങ്ങിണി മൂളി. മാലതിയുടെ സ്കൂട്ടി വരുന്ന കാത്ത് ഇടവഴിയിൽ നിൽപ്പാണ് രണ്ടുപേരും. ഇന്നെങ്കിലും നിന്റെ ടീച്ചർ ഒന്ന് സമ്മതം മൂളോടി. എന്തിനാ സമ്മതം ചിറ്റേ? ആരോടാ ഞാനീ പറയുന്നേ? ഒന്നുമില്ലേ. എന്തോ ഉണ്ട്, പറയ് ചിറ്റേ. അതില്ലേ, നിന്റെ ടീച്ചറെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞതാ. അത് വേണ്ട ചിറ്റേ, ഞാൻ കള്ളത്തരം പറയുന്നൊക്കെ ടീച്ചർ കണ്ടുപിടിക്കുന്നേ. എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട് വേണേ നീ? അമ്മാമ്മയ്ക്ക് വയ്യ, ഹോസ്പിറ്റലെന്നാ ഇന്നലെ ഹോംവർക്ക് ചെയ്യാത്തിന് ഞാൻ പറഞ്ഞേ. ഓ, നിന്റെ ടീച്ചർക്ക് അപ്പാടെ മനസ്സിലായി കാണും അത് കള്ളമാണെന്ന്. മാധവൻ പതിയെ മുറുമുറുത്തു. എന്തെങ്കിലും പറഞ്ഞോ ചിറ്റേ? ഏയ് ഇല്ല. ആ ദേ വരുന്ന ചിറ്റേ ടീച്ചര്. സ്കൂട്ടിയുമായി വരുന്നവളെ കിങ്ങിണി അവന് കാണിച്ചു കൊടുത്തു. അവനൊരു ചിരിയോടെ അവിടെ വണ്ടിക്കുമ്പിൽ ചാടിയതും മാലതി പകച്ചുകൊണ്ട് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. അവൾ പതിയെ കണ്ണു തുറന്ന് പരിഭ്രാന്തിയോടെ നോക്കുമ്പോൾ മുന്നിൽ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് മാധവൻ. മാലതിക്ക് ദേഷ്യം ഇരച്ചു കയറി. എന്താ മാധവൻ ഈ കാണിക്കുന്നേ? ദേഷ്യം ഒട്ടുമിടാതെ മാലതി ചോദിക്കുമ്പോഴും മാധവൻ ചിരിയോടെ നിന്ന് മാത്രമേ ഉള്ളൂ. എനിക്കത് മാറിയില്ല മാധവ. എന്റെ കാര്യത്തിൽ വല്ല പ്രോഗ്രസ് ഉണ്ടടി? അഴിഞ്ഞു കിടന്ന മുണ്ടൊന്ന് മടക്കി കുത്തി മാധവൻ മീശ പിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അത് നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ? മാലതിയുടെ ഒഴുക്കമട്ടിൽ മറ്റെങ്ങോ നോക്കി പറഞ്ഞു. ഡേ, കുറെ ആയത് കേൾക്കുന്നു. എല്ലാവരും നിന്റെ മറ്റേ ആപ്പൂപ്പ കെട്ടിയോമാരെ പോലെ ആവില്ല. എവിടെ സ്നേഹിക്കാൻ അറിയാവുന്ന പുരുഷന്മാരുണ്ട്. അവളെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ടാണ് മാധവൻ പറഞ്ഞു നിർത്തിയത്. മാലതിക്ക് അത് കണ്ട് ചിരി വന്നെങ്കിലും കടിച്ചു പിടിച്ച് നിന്നു. ആണോ? അറിയില്ലായിരുന്നു കേട്ടോ. ഡേ പുല്ലേ, എങ്ങനെയിട്ട് കളിപ്പിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മര്യാദക്കൊന്ന് ഇഷ്ടമാണെന്ന് പറയടി പ്ലീസ്. ആദ്യം വിരട്ടിലായിരുന്നെങ്കിൽ അവസാനം കെഞ്ചിക്കൊണ്ടാണ് മാധവൻ പറഞ്ഞു നിർത്തത്. അല്ല, ഈ ഇഷ്ടം ഞാനെങ്ങനെ വിശ്വസിക്കും? സ്കൂട്ടിയുടെ രണ്ട് ബ്രേക്കിലും വെറുതെ കൈവച്ച് തിരിച്ചുകൊണ്ട് ഒളികണ്ണിട്ട് മാധവനെ നോക്കി മാലതി ചോദിച്ചു.
ദേ നീ കയറി എങ്ങോട്ടാടി? കൊച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ ഉമ്മ വെച്ച് കാണിച്ച് വിശ്വസിപ്പിച്ചേനെ നിന്നെ. കള്ളച്ചിരിയോടെ മാധവൻ അവൾക്കടുത്തേക്ക് നീങ്ങുന്നുണ്ട് പതിയെ പറഞ്ഞു. ചി വഷളൻ. ആ കുറച്ചധികം വഷളത്തിലൊക്കെ ഉണ്ട്. എങ്കിലേ ഈ വഷളനെ വീട്ടുകാർ കൂടി നാളെ വീട്ടിലേക്ക് വാ. എൻ്റെ അച്ഛൻ സമ്മതിച്ചിരിക്കുന്നു. മാലതി പറഞ്ഞ മാധവൻ വിശ്വസിക്കാനാവാതെ അവളെ നോക്കി. അവൾ കണ്ണടച്ച് കാണിച്ചതും ചെക്കനൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. അവൻ പതിയെ അവൾക്ക് പോവാനായി വഴിയൊരുക്കി. പിന്നെ ആ ചാമ്പക്ക മറുകി ഇപ്പോഴും ഉണ്ടല്ലോ അല്ലേ? വണ്ടിയൊന്ന് മുന്നോട്ടെടുത്തുകൊണ്ട് മാലതി കളിയോടെ ചോദിച്ചു. ചെക്കൻ നാവടിച്ച് താഴെ കിടന്നൊരു കല്ലെടുത്ത് അവൾക്ക് നേരെ എറിയുന്ന പോലെ കാണിച്ചതും പെണ്ണ് ചിരിയോടെ സ്കൂട്ടി കുറച്ച് സ്പീഡിൽ വിട്ടു. പണ്ട് ആറ്റിൽ കുളിക്കാൻ പോയപ്പോൾ കൂടെയുള്ള കൂട്ടുകാരൻ തൻ്റെ തുടയിൽ മറുകേണ്ടതും പിറ്റേന്ന് ക്ലാസ്സിൽ വെച്ച് കളിയാക്കിയതും മാധവൻ ചിരിയോടെ ഓർത്തു. ഞങ്ങൾക്കിനി മറ്റൊന്നും നോക്കാനില്ല. ചെക്കനെ നമുക്കറിയാവുന്നല്ലേ. നിങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആവാം. പിന്നെ ഈ ജാതിയും ജാതകമൊക്കെ ഒന്ന് നോക്കിയ ക്ഷീണം തന്നെ മാറിയിട്ടില്ല. അതുകൊണ്ട് അതെന്തായാലും നമുക്ക് വേണ്ട. മാലതിയുടെ അച്ഛൻ മാധവൻ അച്ഛനെ നോക്കി പറഞ്ഞു. രാവിലെ തന്നെ വീട്ടുകാർ കൂടി മാലതിയുടെ വീട്ടിലാണ് മാധവൻ. അമ്മയ്ക്കും അമ്മാമ്മയ്ക്കും ചെറിയൊരു നിഷേധം ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ വാശിപ്പുറത്ത് അവർ സമ്മതിച്ചു. ഇപ്പതേ രണ്ടും എന്നേക്കാൾ കൂട്ടായി മാലതിയോട്. മാധവൻ ചിരിയോടെ മാലതിയുടെ വീട്ടുകാർ നോക്കിക്കൊണ്ട് ചിന്തിച്ചു. ഞങ്ങൾക്കും കുട്ടിയെ ഇഷ്ടമായ സ്ഥിതിക്ക് കല്യാണം ഉടനെ അങ്ങ് നടത്താൻ ഗോപാല. ദാസൻ പറഞ്ഞോടെ ആ കാര്യത്തിലൊരു തീരുമാനമായി. മാധവൻ ഇറങ്ങാൻ നേരം മാലതിയെ തിരിഞ്ഞു നോക്കി. അവൾ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ടതും മാധവൻ കണ്ണിറുക്കി കാണിച്ചു. മാലതി നാണത്തോടെ അമ്മയ്ക്ക് പുറകിലൊളിച്ചു. കുളി കഴിഞ്ഞ് വന്നവൾക്ക് പുറകിലൂടെ കൈയിട്ട് മാധവൻ അവളെ ചേർത്ത് പിടിച്ചു. മാലു ആർദ്രമായി അവൻ വിളിച്ചതും പെണ്ണ് കുറുകിക്കൊണ്ട് അവനിലേക്ക് ചാഞ്ഞു. കണ്ണാടിക്ക് മുന്നിലേക്ക് അവളെ പിടിച്ചു നിർത്തി സിന്ദൂര ചെപ്പിൽ നിന്നൊരു നുള്ളു സിന്ദൂര അവൻ അവൾക്ക് ചാർത്തി. ചുവന്നുപോയ മുഖത്തിൽ സുന്ദരിയായി തന്റെ മാലതിയെ മാധവൻ കൗതുകത്തോടെ നോക്കി. മാലതി അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. മാധവൻ അവൾ ഇറുക്കിയെ പുണർന്നു. മാലതിക്ക് നല്ലൊരു വീട്ടുകാരെ കിട്ടി, നല്ലൊരു കൂട്ടും കിട്ടി. ചിലതിനെല്ലാം സമയമെടുക്കുന്ന പോലെ മാലതിയുടെ ഇഷ്ടങ്ങളും പൂവണിഞ്ഞു. ഇപ്പം മാലതി ചെറിയമ്മയുടെ കൂടെയാണ് കിങ്ങിണിയുടെ സ്കൂളിൽ പോക്ക്. ആദ്യമൊക്കെ പുള്ളിക്കാരി ചിറ്റയോട് ഇതിന്റെ പേരും പറഞ്ഞ് ഉടക്കായിരുന്നെങ്കിലും ഇപ്പൊ ചെറിയമ്മ കഴിഞ്ഞേ ചിറ്റേ ഉള്ളൂ. ചിറ്റേ. സ്കൂളിൽ പോകാനിറങ്ങിയ മാലതിയും കിങ്ങിണിയും നോക്കി ഓരോ ചിന്തിച്ചുകൊണ്ടിരുന്ന മാധവൻ കിങ്ങിണി വിളിച്ചു. ആടാ ചിറ്റയുടെ കുഞ്ഞ് പറ. ദേ നിങ്ങളുടെ ടീച്ചർ ഒന്ന് ഐസ്ക്രീം മേടിച്ചു തരാൻ പറയട്ടോ. അതാണ് അടുത്ത പ്രശ്നം. ഞാൻ മേടിച്ചു കൊടുക്കേണ്ടെന്ന് പറഞ്ഞിട്ടാ മാധവ. പെണ്ണിന്റെ പല്ലാകമാനം കേടുവന്നു. ജനനി അവളെ പൊക്കിയെടുത്ത് സ്കൂട്ടിയുടെ മുമ്പിലേക്ക് നിർത്തിക്കൊണ്ട് മാധവനോട് പറഞ്ഞു. അതേതായാലും നന്നായി. മാധവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദഹിപ്പിക്കുന്ന ഒരു നോട്ടമായിരുന്നു കിങ്ങിണി. മാധവനും ബാക്കിയുള്ളവരും അതുകൊണ്ട് ഉറക്കെ ചിരിച്ചു. പോവാം. മാലതി വീർത്ത് കിട്ടിയ കുഞ്ഞുമുഖം കുത്തിവിട്ടുകൊണ്ട് പറഞ്ഞു. പതിയെ സ്കൂട്ടി എടുത്തു. കിങ്ങിണി അമ്മണി ഒരുമിച്ച് കയറ്റി കടന്നു പോകുന്ന നോക്കി മാധവൻ ചിരിയോടെ തന്റെ ബൈക്കിലേക്ക് കയറി. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.